ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ്കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നലെ ഞാനൊരു അടിപൊളി ടൂൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊക്കെ ഡെവലപ്പേഴ്സാണ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ NPM മൊഡ്യൂൾസ് എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു NPM മൊഡ്യൂൾ ഞാൻ ഇന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കൂളായിട്ടുള്ള ഒരു NPM മൊഡ്യൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് തന്നെ ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാം, എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ലോക്കലി എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്, എന്നിട്ട് എങ്ങനെയാണ് അതിൻ്റെ ബീറ്റാ വേർഷനൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മാക്സിമം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൺ ബോർഡിംഗ് എന്ന് പറയുന്നത്. ഒരു ഓൺ ബോർഡിങ്ങിൻ്റെ NPM പാക്കേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ പ്രീവിയസ് നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് യൂസർ യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഒരു ഓൺ ബോർഡിങ് പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പം. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ്, അതുപോലെ തന്നെ പ്രീവിയസ് ബട്ടൺ, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബോർഡറിന് തന്നെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു ഡാഷ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഡോട്ട് ആണോ വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് ലോക്കലി ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ലോക്കലി റൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിന് സിമ്പിളായിട്ട് നെയിം കൊടുത്തിട്ടുണ്ട്. അതിന് യൂസർ ഓൺ ബോർഡിംഗ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ നെയിം നമ്മൾ ഇനി പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മാറ്റേണ്ടി വരും. ഇവിടെ നമ്മൾ ഓൺ ബോർഡിങ്, അതുപോലെ തന്നെ ഓൺ ബോർഡിങ് സ്റ്റെപ്സ്, ഓൺ ബോർഡിങ് ഓപ്ഷൻസ് എന്ന് പറയുന്ന 3 നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതോട് താഴെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ package.jsonൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു യൂസർ ഓൺ ബോർഡിങ്ങിൻ്റെ പാത്ത് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നോർമലി വേർഷൻസ് ആണ് ബാക്കിയുള്ള ഡിപ്പെൻഡൻസിക്കൊക്കെ. പക്ഷേ ഇതിന് വേർഷൻ അല്ല കാണിക്കുന്നത്, ഇവിടെ ഒരു പാത്താണ് കാണിക്കുന്നത്. അപ്പോൾ അത് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ഓൺ ബോർഡിങ് എന്ന് പറയുന്നത് ഞാൻ ലോക്കലി ടെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ പാത്താണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ആ NPMൻ്റെ കോഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ പാക്കേജസാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഓൺ ബോർഡിങ്.tsനകത്ത് അത്യാവശ്യം എല്ലാം ക്ലാസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോഡും കാര്യങ്ങളൊക്കെ ഒറ്റ ഫോൾഡറിനകത്ത് തന്നെ, ഒറ്റ ഫയലിനകത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും. ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് വേറെ വരുന്നത് types.ts എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതിനകത്ത്. ഇവിടെ ഞാൻ പ്രീവിയസിന് ഷോർട്ടായിട്ട് നെയിം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം PREV എന്ന്. ജസ്റ്റ് പ്രീവിയസ് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. പ്രീവിയസ് എന്ന് പറഞ്ഞിട്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു. ഇനി ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാണ്, NPM റൺ ബിൽഡ് എന്ന് കൊടുത്തു. അപ്പോൾ ആ ഒരു NPM മൊഡ്യൂളിൻ്റെ ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പാക്കേജിലാണ് ഞാനവിടെ ആ ഒരു ഫോൾഡറിലാണ് അപ്ഡേറ്റ് വരുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസ്റ്റ് എന്ന് പറയുന്നൊരു ഫോൾഡർ അവിടുന്ന് റിമൂവ് ആയിട്ട് വീണ്ടും അപ്ഡേറ്റ് ആയത് കാണാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ടൈപ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് എന്ത് RIMRF എന്ന് പറഞ്ഞിട്ട് ഡിസ്റ്റ് ഫയൽ എന്ത് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേറൊരു ഓൺ ബോർഡിങ്ങിൻ്റെ ഫോൾഡർ ഉണ്ട്, യൂസർ എന്ന് പറഞ്ഞിട്ട്, ടൂർ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് നിന്ന് കീവേഡ്സ് ഞാൻ കോപ്പി ചെയ്യണം. അത് ഞാൻ ഫസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, ഈ ഒരു കീവേഡ്സ് നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് റീഡ്മി കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് ഞാനത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കീവേഡ്സ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഓൺ ബോർഡിങ്ങിൻ്റെ ഡയറക്ടറിയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, NPM പാക്ക് എന്ന് പറയുന്നൊരു കമാൻഡ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു എന്ത് ചെയ്യുന്നുണ്ട്, പാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ബീറ്റാ വേർഷൻ്റെ ആണ് വന്നിട്ടുള്ളത്. അതിന് നമുക്ക് ഇവിടെ ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ നെയിം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീറ്റാ വേർഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു പാക്കേജിൻ്റെ നെയിം, അതുപോലെ തന്നെ .tgz എന്ന് പറയുന്ന പുതിയൊരു നെയിം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NPM i എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ കമാൻഡ് കൊടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഡയറക്ടറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറക്ടറി എന്ന് പറയുന്നത് എവിടെയാണോ നമ്മുടെ ഓൺ ബോർഡിങ്ങിൻ്റെ, അതായത് നമ്മുടെ NPM മൊഡ്യൂളിൻ്റെ ഫോൾഡർ എവിടെയാണോ നമ്മൾ ലോക്കലി ടെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു പാത്താണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നിട്ട് അതിന് ശേഷം ആ ഒരു നെയിം കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻസിയിൽ ഓൺ ബോർഡിങ് ടൂർ 5 എന്ന് പറയുന്ന പുതിയൊരു മൊഡ്യൂൾ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫയൽ പാത്തായിട്ടാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ടുള്ള ഒരു വേർഷൻ മാത്രമായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ ലോക്കലി ഉള്ള പാത്തിലോട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ പാക്കേജിൻ്റെ നെയിം app.tsxനകത്ത് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ മുമ്പുണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയ നെയിം ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോഴും നമ്മുടെ സെയിം ഇമ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സെർവർ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ കാണാം പ്രീവിയസ് എന്ന് ഫുള്ളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് നമ്മൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമ്മുടെ പുതിയ വേർഷനാണ്, ബീറ്റാ വേർഷനാണ് ഇപ്പോൾ ഇവിടെ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പഴയ വേർഷനിലോട്ടൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. ഇവിടെ റീഫ്രഷ് ചെയ്ത് നോക്കിയപ്പോൾ പ്രീവിയസ് എന്നുള്ളത് മാറിയിട്ട് PREV എന്ന് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഡിനകത്ത് ചേഞ്ച് ഇല്ല, പക്ഷേ എന്താണ്, ആ ഒരു പഴയ വേർഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് NPM മൊഡ്യൂളിൻ്റെ ആ ഒരു ഫോൾഡറിൽ വന്നിട്ട് NPM ലോഗിൻ എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു NPMൽ അക്കൗണ്ട് നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം നോഡ് പാക്കേജ് മാനേജറിനകത്ത്.
അപ്പോൾ അത് ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ലോഗിൻ ചെയ്യാൻ പോകണം. ഞാൻ ഓൾറെഡി അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ എനിക്ക് ഓതൻറ്റിക്കേഷൻ ചെയ്യാനുണ്ട്. 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബീറ്റ വേർഷൻ പ്രീ റിലീസ് ചെയ്യാനുള്ള കമാൻഡ്സ് കൊടുക്കാം. അപ്പോൾ ലോഗിൻ സക്സസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് NPM വേർഷൻ പ്രീ റിലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമാൻഡ്സ് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഞാനിവിടെ ഈ ഒരു കമാൻഡ് പ്രൊംപ്റ്റിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മുടെ വേർഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. beta.2 എന്ന് പറയുന്ന വേർഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ബീറ്റ വേർഷൻ ഞാൻ ഡയറക്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. NPM പബ്ലിഷ് -- ടാഗ് ബീറ്റ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെയും നമ്മളോട് എന്ത് ചെയ്യും, ഒരു ഓതൻറ്റിക്കേഷൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഓതൻറ്റിക്കേഷൻ ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചോദിക്കില്ല, ഒരു 5 മിനിറ്റ്സ് നമുക്ക് ടൈം കിട്ടും. അപ്പോൾ അതിനകത്ത് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ഓതൻറ്റിക്കേഷൻ സക്സസ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു വേർഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ലോക്കലി ഒരു പ്രൊജക്റ്റിനകത്താണ് ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നമുക്ക് അറിയാം നമ്മൾ എന്ത് ചെയ്യുന്നത്, പാത്താണ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യാണ്. NPM അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നെയിം ജസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ 2 മൊഡ്യൂൾസും എന്ത് ചെയ്യണം, അൺഇൻസ്റ്റാൾ ചെയ്യാണ് ഇവിടുന്ന്. ഇനി നമ്മൾ ഒറിജിനലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള NPMലോട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു നെയിം ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ടെസ്റ്റ് പ്രൊജക്റ്റിനകത്ത് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു NPM മൊഡ്യൂൾ നിങ്ങൾക്കും ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, NPM ഓൺബോർഡിംഗ് ടൂർ ഫൈസോ എന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു നെയിം അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യും, പുതിയൊരു വേർഷൻ നമുക്ക് ഡിപ്പെൻഡൻസിയിൽ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇനി ഞാൻ ഈ സാമ്പിൾ പ്രൊജക്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാണ്. NPM റെഡ് ഡബ് കൊടുത്തിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ അതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ പാക്കേജ് കറക്റ്റായിട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇവിടെ ഞാൻ മുമ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു യൂസർ ഓൺബോർഡിംഗ് ടൂർ എന്ന് പറഞ്ഞിട്ട്. അത് വർക്കിംഗ് അല്ല. അതുകൊണ്ട് നിങ്ങൾ സെക്കൻഡ് ഉള്ളത്, എൻ്റെ നെയിം കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. മറ്റതിനകത്ത് കുറച്ച് ടൈപ്പ് എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അപ്ഡേറ്റ് ആക്കിയിട്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു NPM മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു ഓൺബോർഡിങ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏത് പ്രൊജക്റ്റ് ചെയ്യുക, ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലോ അതിനകത്ത് നമുക്ക് ഇതുപോലുള്ള ഓൺബോർഡിങ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.